2026 മാർച്ച് 27 പ്രധാനപ്പെട്ട ആനുകാലിക വിവരങ്ങൾ. ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ പ്രകാരം ലോകത്തിൽ ഏറ്റവും കൂടുതൽ നാളികേരം ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം ഇന്ത്യ. ഇന്ത്യയാണ് 2026 മാർച്ച് വരെയുള്ള റിപ്പോർട്ടുകൾ പ്രകാരം ഏറ്റവും കൂടുതൽ നാളികേരം ഉൽപ്പാദിപ്പിക്കുന്നത്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ നാളികേരം ഉൽപ്പാദിപ്പിക്കുന്നത് ആദ്യത്തെ 3 സംസ്ഥാനങ്ങളാണ്: കർണാടക, തമിഴ്നാട്, കേരളം എന്നിവ. അപ്പോൾ ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ പ്രകാരം ലോകത്തിൽ ഏറ്റവും കൂടുതൽ നാളികേരം ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം ഇന്ത്യയാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ നാളികേരം ഉൽപ്പാദിപ്പിക്കുന്ന ആദ്യത്തെ 3 സംസ്ഥാനങ്ങളാണ് കർണാടക, തമിഴ്നാട്, കേരളം എന്നിവ. ലോക നാളികേര ദിനം സെപ്റ്റംബർ 2 അതുപോലെ ദേശീയ നാളികേര ദിനം ജൂൺ 26 അപ്പോൾ ലോക നാളികേര ദിനമായി ആഘോഷിക്കുന്നത് സെപ്റ്റംബർ 2, ദേശീയ നാളികേര ദിനമായി ആഘോഷിക്കുന്നത് ജൂൺ 26 ആണ്. ഇന്ത്യയിൽ മാസം തികയാതെയുള്ള പ്രസവങ്ങളും അതുവഴി ഉണ്ടാകുന്ന ശിശുമരണങ്ങളും കുറയ്ക്കുന്നതിൻ്റെ ഭാഗമായി കേന്ദ്ര ബയോടെക്നോളജി വകുപ്പ് നിർമ്മിത ബുദ്ധിയുടെ സഹായത്തോടെ ആരംഭിച്ച രാജ്യത്തെ ഏറ്റവും വലിയ ഗർഭകാല ഗവേഷണ പദ്ധതി ഗർഭിണി എന്നതാണ്. ഇന്ത്യയിൽ മാസം തികയാതെയുള്ള പ്രസവങ്ങളും അതുവഴി ഉണ്ടാകുന്ന ശിശുമരണങ്ങളും കുറയ്ക്കുന്നതിൻ്റെ ഭാഗമായി കേന്ദ്ര ബയോടെക്നോളജി വകുപ്പ് നിർമ്മിത ബുദ്ധിയുടെ സഹായത്തോടെ ആരംഭിച്ച രാജ്യത്തെ ഏറ്റവും വലിയ ഗർഭകാല ഗവേഷണ പദ്ധതി. 2026 മാർച്ചിൽ ഏത് സംസ്ഥാന നിയമസഭയാണ് ദുരഭിമാന കൊലകൾ തടയുന്നതിനായി ഇവ നമ്മവ എന്ന പേരിൽ ബിൽ പാസാക്കിയത്? കർണാടക നിയമസഭയാണ് 2026 മാർച്ചിൽ ദുരഭിമാന കൊലകൾ തടയുന്നതിനായി ഇവ നമ്മവ എന്ന പേരിൽ ബിൽ പാസാക്കിയത്. ഇന്ത്യൻ വ്യോമസേന അടുത്തിടെ ആരംഭിച്ച ആദ്യത്തെ ഹെലികോപ്റ്റർ ഡ്രോപ്ഡ് ഡ്രോൺ പദ്ധതി വായുബാൻ എന്നതാണ്. ഇന്ത്യൻ വ്യോമസേന അടുത്തിടെ ആരംഭിച്ച ആദ്യത്തെ ഹെലികോപ്റ്റർ ഡ്രോപ്ഡ് ഡ്രോൺ പദ്ധതി. പശ്ചിമേഷ്യൻ സംഘർഷ സാഹചര്യത്തിൽ ഹോർമുസ് കടലിടുക്കിൽ പ്രതിസന്ധി നേരിടുന്ന ഇന്ത്യൻ വാണിജ്യ കപ്പലുകളെ സുരക്ഷിതമായി രാജ്യത്തെത്തിക്കുന്നതിനായുള്ള ഇന്ത്യൻ നാവികസേനയുടെ ദൗത്യം ഓപ്പറേഷൻ ഊർജ്ജ സുരക്ഷ എന്നതാണ്. പശ്ചിമേഷ്യൻ സംഘർഷ സാഹചര്യത്തിൽ ഹോർമുസ് കടലിടുക്കിൽ പ്രതിസന്ധി നേരിടുന്ന ഇന്ത്യൻ വാണിജ്യ കപ്പലുകളെ സുരക്ഷിതമായി രാജ്യത്തെത്തിക്കുന്നതിനായുള്ള ഇന്ത്യൻ നാവികസേനയുടെ ദൗത്യം. പശ്ചിമേഷ്യൻ സംഘർഷത്തെ തുടർന്ന് 2026 മാർച്ചിൽ ദേശീയ ഊർജ്ജ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച രാജ്യം ഫിലിപ്പീൻസാണ്. പശ്ചിമേഷ്യൻ സംഘർഷത്തെ തുടർന്ന് 2026 മാർച്ചിൽ ദേശീയ ഊർജ്ജ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത്. ഇന്ത്യയിലെ ആദ്യത്തെ LPG ATM ആരംഭിച്ചത് എവിടെയാണ്? ഗുരുഗ്രാം. ഹരിയാനയിലെ ഗുരുഗ്രാമിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ LPG ATM ആരംഭിച്ചത്. ഇത് ഭാരത് പെട്രോളിയം കോർപ്പറേഷൻ ലിമിറ്റഡ് ആണ് ആരംഭിച്ചത്. അപ്പോൾ ഭാരത് പെട്രോളിയം കോർപ്പറേഷൻ ലിമിറ്റഡിൻ്റെ നേതൃത്വത്തിൽ ഇന്ത്യയിലെ ആദ്യത്തെ LPG ATM സ്ഥാപിച്ചത് ഗുരുഗ്രാമിലാണ്. 2025 35ാമത് സരസ്വതി സമ്മാൻ ലഭിച്ച വ്യക്തി രാംകുമാർ മുഖോപാധ്യായ. ബംഗാളി എഴുത്തുകാരനായ രാംകുമാർ മുഖോപാധ്യായ ആണ് 2025 35ാമത് സരസ്വതി സമ്മാൻ ലഭിച്ച വ്യക്തി. ഇദ്ദേഹത്തിൻ്റെ ഹരപാർവതി കഥ എന്ന നോവലിനാണ് 2025 35ാമത് സരസ്വതി സമ്മാൻ ലഭിച്ചത്. അപ്പോൾ 2025 35ാമത് സരസ്വതി സമ്മാൻ ലഭിച്ചത് ബംഗാളി എഴുത്തുകാരനായ രാംകുമാർ മുഖോപാധ്യായയ്ക്കാണ്. അദ്ദേഹത്തിൻ്റെ ഹരപാർവതി കഥ എന്ന നോവലിനാണ് 2025 35ാമത് സരസ്വതി സമ്മാൻ ലഭിച്ചത്. അതുപോലെ 2024 34ാമത് സരസ്വതി സമ്മാൻ ലഭിച്ചത് മഹാമഹോപാധ്യായ സാധു ഭദ്രേഷ് ദാസിനാണ്. സംസ്കൃത പണ്ഡിതനായ മഹാമഹോപാധ്യായ സാധു ഭദ്രേഷ് ദാസിനാണ് 2024 34ാമത് സരസ്വതി സമ്മാൻ ലഭിച്ചത്. ഇദ്ദേഹത്തിൻ്റെ സ്വാമിനാരായണ സിദ്ധാന്തസുധ എന്ന കൃതിക്കാണ് 34ാമത് സരസ്വതി സമ്മാൻ ലഭിച്ചത്. അപ്പോൾ 2025 35ാമത് സരസ്വതി സമ്മാൻ ലഭിച്ച വ്യക്തി ബംഗാളി എഴുത്തുകാരനായ രാംകുമാർ മുഖോപാധ്യായ ആണ്. അദ്ദേഹത്തിൻ്റെ ഹരപാർവതി കഥ എന്ന നോവലിനാണ് 2025 35ാമത് സരസ്വതി സമ്മാൻ ലഭിച്ചത്. സരസ്വതി സമ്മാൻ നൽകി തുടങ്ങിയത് 1991 പ്രഥമ ജേതാവ് എന്ന് പറയുന്നത് ഹരിവംശ് റായ് ബച്ചൻ. ഹിന്ദി കവിയായ ഹരിവംശ് റായ് ബച്ചനാണ് സരസ്വതി സമ്മാൻ ലഭിച്ച പ്രഥമ വ്യക്തി. അതുപോലെ ഇതിൻ്റെ പുരസ്കാര തുക എന്ന് പറയുന്നത് 15 ലക്ഷം രൂപയാണ്. അപ്പോൾ ഹിന്ദി കവിയായ ഹരിവംശ് റായ് ബച്ചനാണ് സരസ്വതി സമ്മാൻ ലഭിച്ച പ്രഥമ വ്യക്തി. ഇത് നൽകി തുടങ്ങിയ വർഷം 1991. പുരസ്കാര തുക എന്ന് പറയുന്നത് 15 ലക്ഷം രൂപയാണ്. അതുപോലെ നിലവിൽ ഇതുവരെ 4 മലയാളികൾക്കാണ് സരസ്വതി സമ്മാൻ ലഭിച്ചിട്ടുള്ളത്. 1995 നിവേദ്യം എന്ന കൃതിയിലൂടെ ബാലാമണി അമ്മയ്ക്കും, 2005 അയ്യപ്പ പണിക്കരുടെ കൃതികൾ എന്ന കൃതിയിലൂടെ K അയ്യപ്പ പണിക്കർക്കും, 2012 മണലെഴുത്ത് എന്ന കൃതിയിലൂടെ സുഗതകുമാരിക്കും, 2023 രൗദ്ര സാത്വികം എന്ന കൃതിയിലൂടെ പ്രഭാവർമ്മയ്ക്കുമാണ് ലഭിച്ചത്.
2025 35ാമത് സരസ്വതി സമ്മാൻ ലഭിച്ച വ്യക്തിയാണ് രാംകുമാർ മുഖോപാധ്യായ. ബംഗാളി എഴുത്തുകാരനായ ഇദ്ദേഹത്തിൻ്റെ ഹരപാർവതി കഥ എന്ന നോവലിനാണ് 2025 35ാമത് സരസ്വതി സമ്മാൻ ലഭിച്ചത്. ഇത്രയുമാണ് 2026 മാർച്ച് 27 പ്രധാനപ്പെട്ട ആനുകാലിക വിവരങ്ങൾ.